നടനുമാണ്. നടൻ സിനിമയിൽ അദ്ദേഹം നല്ല നടനാണ്. നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തത് നിയമസഭ അല്ല, സിനിമാ നടൻ എന്നുള്ള നിലയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം. നല്ല നടൻ സമ്മതിച്ചു. പക്ഷേ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ പൂർണ്ണ പരാജയം അദ്ദേഹം MLA എന്നുള്ള നിലയിൽ. കൊല്ലത്തെ അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷക്കാലം MLA ആയിരുന്നതിന് പേരിൽ ഈ കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ ഒരു വികസനം ഉണ്ടായിട്ടില്ല. കൊല്ലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ് ഏറ്റവും വലിയ ഉദാഹരണം. അത് മാത്രം കണ്ടാൽ മതി. ഈ MLA ആയി അദ്ദേഹം ഇരുന്നിട്ട് ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഒന്ന് പുതുക്കി പണിയാൻ കഴിഞ്ഞില്ല. അവിടുത്തെ റോഡ് ലിങ്ക് റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുമല്ല. നമ്മുടെ പ്രേമചന്ദ്രനെ ഇതൊക്കെ വികസിപ്പിക്കുന്നതാണ് അപ്പോൾ ചേട്ടൻ പറയുന്നത്. അല്ല, പ്രേമേന്ദ്രൻ ചെയ്യാൻ ഒക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം പാർലമെന്റ് കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണല്ലോ MP മറ്റേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അത് ചെയ്യാൻ അവർ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും മോശമായ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു MLA പെർഫോമൻസ് പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും മോശമായ MLA ആണെന്ന് വെച്ചാൽ മുകേഷായിരുന്നു. ഇനി ഭരിക്കാൻ അറിയുന്നവർ ഭരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഭരിക്കാൻ അറിയുന്നവർ ഭരിക്കട്ടെ എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യയിൽ അധികാരത്തിൽ വരേണ്ടത്. പക്ഷേ ചെറിയ വ്യത്യാസത്തിൽ വീണ്ടും BJP അധികാരം. അത് തന്നെ അവരുടെ PR വർക്കാണെന്ന് പറഞ്ഞാൽ 400 സീറ്റ് പിടിക്കും, 500 സീറ്റ് പിടിക്കും എന്നുള്ള പ്രചരണങ്ങളാണ് ഇത്രയെങ്കിലും മുമ്പിൽ കൊണ്ടുവന്നത്. പലർക്കും ഒരു സംശയം വന്നു, ഒരു കാരണവശാലും ഇന്ത്യ മുന്നണി വരത്തില്ല, പിന്നെ എന്തിനാ, എന്നാൽ പിന്നെ BJP ഇരുന്നോട്ട് എന്ന് കുട്ടി ചെയ്തതാണ്. ഇപ്പോൾ ഇന്ന് മനസ്സിലായി വളരെ ചെറിയ വ്യത്യാസത്തിലാണ് ഇപ്പം NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം. പൂർണ്ണമായി വോട്ടെണ്ണി കഴിയുമ്പം ചിലപ്പം തിരിച്ചു വരാനും സാധിക്കും.